ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ 17ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരാനിടയായി. ഇന്ന് രാത്രികാലം പ്രസന്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോൺ ദാനിയൽ മോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ എസിയാവ് മറ്റൊരു മിനിസ്ട്രി കടന്നു പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസൻ്റെ മകൻ ഇത് പ്രസന്റ് ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം പാട്ട് പാടിയതായ പ്രിയപ്പെട്ട എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന ബ്രദർ ജോസ് ഫാമിലി, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് അവരെ കണക്കാക്കുന്നത്. എനിക്ക് 75 വയസ്സായി. എനിക്ക് പ്രായമുള്ള 50 വയസ്സ് 48 വയസ്സുള്ള മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. മൂത്ത കൊച്ചുമക്കളെ കല്യാണം കഴിക്കാറായി. അപ്പോൾ ആ പ്രിയപ്പെട്ട കുടുംബം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പാട്ട് പാടിയത് എത്ര മനോഹരമായിരുന്നു. അതും പഴയ പാട്ടുകൾ. 10,000 പേരുകളിൽ പരമസുന്ദരനായ മണവാളൻ. ഞാനെൻ്റെ കല്യാണ ശുശ്രൂഷ നടത്തുമ്പം അവസാനം പാടുന്ന ഒരു പാട്ടാണ്. അത് കൊയറിനെ കൊണ്ട് പാടിപ്പിക്കുന്നൊരു പാട്ടാണ്. 10,000 പേരുകളിൽ പരമസുന്ദരനായ മണവാളൻ്റെ ചെറിയ പ്രായത്തിൽ പഠിച്ചാണ് TK സാമുവൽ സാർ എഴുതിയ ആ മനോഹരമായ പാട്ട്. ആ രണ്ടാമത്തെ പാട്ടും ലോകത്തെ മറന്നിടുക, അതൊക്കെ ഞാൻ ബോംബെയിൽ വെച്ച് ശുശ്രൂഷയിരിക്കും പഠിച്ച പാട്ടാണ്. അതിമനോഹരമായ ഗാനങ്ങൾ പാടിയ പ്രിയപ്പെട്ട ജോസിനും പ്രിയ സഹോദരിക്കും വൈഫിനും മോനും എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. അവർക്കൊരു മോളുണ്ട്. എത്ര നല്ല പാട്ടാണെന്നറിയാമോ, സ്വരം എന്നറിയാമോ. താമസിയാതെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ദൂരെ നിന്ന് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ സാധിക്കാഞ്ഞത്. ജോസ്, വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം. ഇന്ന് രാത്രികാലം വെളിപ്പാട് പുസ്തക ബൈബിൾ ക്ലാസ്സിൻ്റെ 17ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ബൈബിൾ വായനയിൽ സഹായിക്കാൻ തക്കവണ്ണം നമ്മുടെ ബോംബെയിൽ നിന്ന് സിസ്റ്റർ റോസമ്മയുണ്ട്, അതുപോലെ ഡോക്ടർ ഏഞ്ചൽ നമ്മുടെ മധ്യമുണ്ട്. അവരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന അവർ രണ്ടുപേരുമാണ് എന്നെ ബൈബിൾ വായനയിൽ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് പാസ്റ്റർ മനോജ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യമുള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനമായി പാടാൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് വീണയും അഭിഷതിയും. അവരും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരാണ്. അവസാനം നമുക്ക് അവരുടെ പാട്ട് കേൾക്കാം. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് കർത്താവിലേക്ക് കടന്നു വന്ന ഒരു കുടുംബമാണ്. അവരും എന്നോട് ചേർന്ന് ഈ പല പ്ലാറ്റ്ഫോമിൽ പാടുകയും പ്രവർത്തിക്കുകയും ബൈബിൾ വായനയെ സഹായിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് ഞാൻ വളരെ ബഹുമാനിക്കുന്നതാണ്. പ്രിയപ്പെട്ട അച്ചാനും ഒക്കെ കാണാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ വാക്യത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഒലിയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാക്കുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രക്ഷതയിൽ തന്നെ നമ്മൾ പഠിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ 12 ദിവ്യവിശേഷതകളാണ്. 12 ദിവ്യവിശേഷതകൾ അതാണ് നമ്മുടെ പഠന വിഷയം ആക്കിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11ാമത്തെ വാക്യത്തിലാണ് ദൂതൻ യോഹന്നാനോട് പറയുന്നത്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തിയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. ആ ശബ്ദം കർത്താവിൻ്റെ ശബ്ദമായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. യോഹന്നാനാണ് ഇത് എഴുതുന്നത്. ഇത് കണ്ടുകൊണ്ട് യോഹന്നാൻ അവിടെ എഴുതാനായിട്ട് ഇരിക്കുകയാണ്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിപ്പിച്ച പോലെ നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തെ എത്ര ഭാഗമായി കൈകൊണ്ട് കാണിച്ചാൽ മതി. എത്ര പ്രാവശ്യം തിരിച്ചിരിക്കുന്നു? എല്ലാവരും കാണിച്ചു. 3 ഭാഗമായിട്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള വിശേഷത. പറഞ്ഞ ഉടനെ കണ്ടല്ലേ കൈ പൊക്കി എല്ലാവരും 3 വിരൽ കാണിച്ചു. 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, നീ കണ്ടത് 1-ാം അധ്യായം 19-ാം വാക്യം, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിപ്പായിരിക്കുന്നത്. കണ്ടു, മേരിക്കോട്ടിസ്റ്റ കണ്ടു. 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് എല്ലാവരും പഠിച്ചിരിക്കണം.
എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. കാരണം നിങ്ങളും നിങ്ങളുടെ അയൽവാസികളെല്ലാം വിളിച്ചു കൂട്ടി ഈ ബൈബിൾ ക്ലാസ് എടുക്കണം. നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആകണം. 2 പേര് മതിയേ, 2 പേരെ ഇരുത്തിയല്ലേ നമ്മൾ ഒരു ടീച്ചറാകുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വേദവാക്യങ്ങൾ ഒരു 3-4 പേരെ അയൽവാസികളെല്ലാം വിളിച്ചു കൂട്ടി നിങ്ങളൊരു ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ വെളിപ്പാട് പുസ്തകം ഓരോരുത്തർ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് 1-ാം അധ്യായമൊക്കെ അങ്ങ് കടന്നു പോവുക. അങ്ങനെയല്ല, നമ്മൾ ശാന്തമായി ഇരുന്ന് കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ പഠിക്കുകയാണ്. അപ്പം കർത്താവ് ഇപ്പം വരികയാണ്, നമുക്കിൻ്റെ സ്വർഗത്തിൽ ചെന്നിട്ട് വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ബൈബിൾ ക്ലാസ് ഒന്നുമില്ല, അവിടെ ഉണർവ് യോഗമില്ല, അവിടെ സൂം മീറ്റിംഗ് ഇല്ല, അവിടെ ഉപവാസം ഇല്ല, അവിടെ പ്രാർത്ഥനയില്ല. അവിടെ ഒറ്റ ഒരു വിഷയമുള്ളൂ, ആരാധന മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ആരാധിക്കുന്ന. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരാധന ഉള്ളു കേട്ടോ. നാളെ അമ്മ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നും ഉപവാസവും പ്രാർത്ഥനയായിരിക്കുന്നത്. ഇല്ല അമ്മാമ്മ, അവിടെ ഉപവാസവും പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അമ്മ പറഞ്ഞ വേറെ പണിയൊന്നുമില്ല, അടുക്കള ജോലി ഒന്നും ചെയ്യണ്ട, പിന്നെ ജീവന്റെ വൃക്ഷത്തിന് ഫലം തിന്നോണ്ടിരുന്നാൽ പോരെ. അമ്മ പറയുന്ന അവിടെ ചെന്നപ്പോൾ ഉപവാസം പ്രാർത്ഥന ഇല്ല, അതിന്റെ ആവശ്യമില്ല. അവിടെ ഇല്ലത്. അവിടെ ഒറ്റ കാര്യമുള്ളൂ, അവിടെ ദൈവത്തെ ആരാധിക്കുക. രാപകൾ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. അവിടെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. കുഞ്ഞാട് അവർക്ക് വിളക്കായിരിക്കും. കുഞ്ഞാട് സൂര്യനെ പോലെ പ്രകാശിച്ച് നമുക്ക് എപ്പോഴും പകൽ മാത്രമേ ഉള്ളൂ, അവിടെ ഇരുട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ബൈബിൾ പഠനം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, ഉപവാസ പ്രാർത്ഥന ആവശ്യമാണ്, സൂം മീറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഞാനീ പഠിപ്പിക്കുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ കുറിച്ചെടുത്ത് 2 പേരെ വിളിച്ചു കൂട്ടിയിട്ട് വെളിപ്പാട് ദിവസം നിങ്ങൾ ക്ലാസ് എടുക്കണം. ഡോക്ടർ ഏഞ്ചൽ കൂട്ടുകാരികളൊക്കെ വിളിച്ച് ഒരു ക്ലാസ് അങ്ങ് തുടങ്ങണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്ന ബൈബിൾ ക്ലാസ് ഒക്കെ ഗൾഫിലൊക്കെ അവർ കുറിച്ചെടുത്തിട്ട് അവരുടെ സഹപാഠികളെ വിളിച്ചിട്ട് അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരുടെ പേര് വേണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും അതുപോലെ പ്രാപ്തന്മാരാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. യേശുക്രിസ്തു പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടു. 3 ഭാഗങ്ങളിലെ 1-ാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ് 3 ഭാഗമായി തിരിച്ചിരിക്കുന്നത്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിക്കുന്നത്. നീ കണ്ടതാണ് നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. നോക്കണമേ, ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്നീ 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളനാദത്തിനൊത്ത ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. ഇത് എഴുതാൻ വേണ്ടി യോഹന്നാൻ 4 പ്രാവശ്യം ആത്മാവിലായി. ഇത് എഴുതണമെങ്കിൽ ആത്മാവിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. 1-ാം പ്രാവശ്യം ആത്മാവിലായത് 1-ാം അധ്യായം 10-ാം വാക്യം, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശ്വനായി. 2-ാം പ്രാവശ്യം ആത്മാവിലായത് 4-ാം അധ്യായം 2-ാം വാക്യം, ഉടനെ ഞാൻ ആത്മവിശ്വനായി. കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ആത്മാവിലായി എടുക്കപ്പെടും. 3-ാം പ്രാവശ്യം ആത്മാവിലായത് 17-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവൻ എന്നെ ആത്മാവിൽ, അതേ കുഞ്ഞാടിന്റെ കാന്തയായ അല്ല, അതേ 17-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവിൽ അവൻ കാണുന്നത് അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. 21-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ അവൻ ആത്മാവിൽ കണ്ടത് യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഇങ്ങനെ 4 പ്രാവശ്യം ആത്മാവിലായി. ഇത് എഴുതാൻ വേണ്ടി താൻ ആത്മാവിലാണ് ഈ വിഷയം എഴുതുന്നത്. ഇത് പഠിക്കുമ്പോഴും നമ്മൾ ആത്മാവിൽ നിറഞ്ഞു മാത്രമേ ഇത് പഠിപ്പാൻ തക്കണം കഴിയത്തുള്ളൂ. അങ്ങനെ 4 പ്രാവശ്യം ആത്മാവിലായി എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. ഇപ്പം നമ്മൾ യേശുക്രിസ്തുവിന്റെ 12 ദിവ്യ വിശേഷതകളിൽ യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1, തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി ഉലാവുന്ന ഒരു കർത്താവിനെ കണ്ടു. അതിൽ യേശുക്രിസ്തു നിലയങ്കി ധരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്ന് ആ നിലയങ്കി വിളിച്ചറിയിക്കുന്നു. 2, മാറത്ത് പൊൻകച്ച കെട്ടിയ അവൻ നീതിയിൽ ന്യായം വിധിക്കുന്നതിനാണെന്ന് പൊൻകച്ച വിളിച്ചറിയിക്കും. അതായത് സഭയുടെ നടുവിൽ നടന്നുകൊണ്ട് സഭയെ ശോധന ചെയ്യുകയാണ്. കർത്താവ് നമ്മുടെ സഭയുടെ നടുവിലുണ്ട്. സഭയുടെ നടുവിൽ കടന്നു വരുമ്പോൾ അവൻ ന്യായം വിധിക്കുന്നതിനായി നമ്മളെല്ലാം കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില ആഴ്ചകളായിട്ട് പഠിക്കുകയുണ്ടായി. അവൻ സഭയിലും ന്യായം വിധിക്കുന്ന കർത്താവാണ്. അനന്യാസും സഫീറയ്ക്കും ശിക്ഷ ഉണ്ടായതായി നമ്മൾ വായിക്കുന്നു. അതെ, നമ്മളെല്ലാം ശുദ്ധീകരിക്കാനും നമ്മൾ ശുദ്ധീകരണത്തോടാണോ ദൈവാലയത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതല്ല
ശോധന എന്ന് അറിയുന്നു. യഹോവേ, നീ എൻ്റെ തിരുവണമൊക്കെയും അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ശോധന ചെയ്ത അറിയുന്ന കർത്താവ്. മൂന്നാമത്, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ. യേശുക്രിസ്തുവിന്റെ പുരാതനത്വം കാണിക്കുകയാണ്. യേശുക്രിസ്തു പണ്ടേ ഉള്ളവൻ. യേശുക്രിസ്തു സൃഷ്ടിച്ചവനല്ല. യേശു സൃഷ്ടിയല്ല, ദൈവത്തിന്റെ സൃഷ്ടിയല്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. അവൻ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്നു. അവന്റെ പുരാതനത്തെ കാണിക്കുകയാണ്, അല്ല വയസ്സനായെന്ന് കാണിക്കല്ല. തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ, ഹിമത്തോളം വെള്ളയും. അവൻ നമ്മളെ വിശുദ്ധീകരിപ്പാൻ മതിയായവനാണെന്ന് അത് വിളിച്ചറിയിക്കുന്നു. നമ്മളെ തന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കാൻ മതിയായവനാണെന്ന് വിളിച്ചറിയിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. പുരാതനായവൻ നിന്റെ സങ്കേതം, കീഴുതോ ശാശ്വതമാകുന്ന ഭുജമുണ്ട്. അവന്റെ പണ്ടേ ഉള്ളത്, സൃഷ്ടിച്ചതല്ല, സ്വയംഭൂവാണ്. അവൻ ഉണ്ടായിരുന്നവനാണ്. നമ്മളിങ്ങനെ വായിക്കുന്നില്ല, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവൻ. ദൈവത്തിന്റെ വർഷം പലരും ചോദിക്കും, ദൈവത്തെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. സ്വയംഭൂവായിട്ട് ഉള്ളവനാണ് ദൈവം. ആരും ഉണ്ടാക്കിയതല്ല, ആരും സൃഷ്ടിച്ചതല്ല ദൈവത്തെ. ദൈവം ഉണ്ടായിരുന്നു. ഇല്ലാത്തൊരു കാലം ഇല്ലായിരുന്നു. നമ്മുടെ യേശുക്രിസ്തു പിതാവായ ദൈവം എന്നു മുതലുണ്ടോ അന്ന് മുതൽ പുത്രനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തൃത്വം വിഭജിക്കാൻ തക്കൊണ്ട് ഒക്കത്തില്ല. അതേ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് അവരെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ ട്രിനിറ്റി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. 4-ാമത് നമ്മൾ ചിന്തിച്ച വിഷയം, അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവൻ. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അവൻ അഗാധവും ഗൂഢവുമായി വെളിപ്പെടുത്തുന്നു. ഇരുട്ടുപോലും അവന്റെ മുമ്പിൽ മറിഞ്ഞിരിക്കുകയില്ല. നമ്മൾ സന്ദർഭത്തിന്റെ അറ്റത്തിന് பார்ത്താൽ അവിടെയും കർത്താവുണ്ട്, അവിടെയും നമ്മളെ കാണുന്നു. യേശുവിനെ ഒളിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മളത് പഠിച്ചു. അവസാനമായി നമ്മൾ പഠിച്ചത് 5-ാമത്തെ വിഷയം, കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ദൈവത്തിന് സ്തോത്രം. അവന്റെ കാല് അതേ ആണി അടിച്ച് തുളച്ചു കയറ്റതാണ്. ഈ ലോകത്തിലായിരുന്നപ്പോൾ ആ പാതപ്പെടുത്തിരുന്ന് മുമ്പേ നമ്മുടെ ഡോൺ മോൻ പറഞ്ഞ പോലെ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതാരും അവളോട് അപകരിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ പാതപ്പെടുത്തെങ്കിൽ എത്രയോ പേര് വന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പറയുണ്ടായി, യേശുക്രിസ്തുവിന്റെ അടുക്ക് ആർക്കും കടന്നില്ല. കൂടുതലും കടന്നു എന്നവരെല്ലാം മഹാപാപികളായിരുന്നു, ദേശീയന്മാരായിരുന്നു, കേട്ടോ. ദുർനടപ്പിൽ ജീവിച്ചവരെ, ഭൂതബാധിതർ, ചുങ്കക്കാര്, ഇവരൊക്കെയാണ്. നമ്മളാണെങ്കിൽ ഒരു വേശ്യയെ കാണുകയാണെങ്കിൽ, ദുർനടപ്പിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ നമ്മളെല്ലാവരും മാറിപ്പോകും. അവളെ യോത്തെന്ന് വിളിക്കണ്ട, നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെല്ലാം ഒഴിച്ചു വിടുന്ന രംഗമാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് പൊതുവേ ഉള്ളത്. വേശ്യമാർ രക്ഷിക്കപ്പെട്ട് പാടിയ പാട്ടുകളൊക്കെ ഇംഗ്ലീഷ് പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ സ്വയമായി പാട്ടെഴുതിയ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ പഴയ അവസ്ഥയൊക്കെ അറിഞ്ഞാൽ അവരാരായിരുന്നു അറിഞ്ഞാൽ പിന്നെ മലയാളികളാണ് പാടത്തില്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ ഇംഗ്ലീഷുകാരെല്ലാം വളരെ ആരാധനയിൽ പാടുന്ന മനോഹരമായ പാട്ടുകൾ. കർത്താവിന്റെ ഒരിക്കൽ കടന്നു വരുമ്പോൾ ഏത് വ്യക്തിയെയും ശുദ്ധീകരിക്കുന്നു. അവന്റെ പാദപീഠത്തിൽ പാപിനിയായ സ്ത്രീ വന്ന് അവന്റെ പാദത്തെ കണ്ണുനീരുകൊണ്ട് തുടച്ച് അവിടെ തലമുടി കൊണ്ട് അതേ തോർച്ചയായിട്ടൊക്കെ നമ്മൾ കാണുന്നു. ആരാ? പാപിനിയായ സ്ത്രീ. അവന്റെ കാൽ ഉളയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യം. ആ പാദപീഠത്തിൽ എത്രയോ പേര് ആശ്വാസം പ്രാപിച്ചിട്ടുണ്ട്. ചുങ്കക്കാര്, മത്തായിയാണ് ഈ സുവിശേഷം എഴുതിയത്. നമ്മളില്ലായിരുന്നെങ്കിൽ മത്തായി ഒന്നും ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ അനുവദിക്കത്തില്ല. മത്തായിയൊക്കെ ആരായിരുന്നു? ചുങ്കം പിരിക്കുന്നവർ. റോമാക്കാർക്ക് ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ അറയ്ക്കപ്പെട്ടവരാണ്. അതുകൊണ്ടല്ലേ പറയുന്നത്, ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ യേശുക്രിസ്തു തിന്നു കുടിക്കുന്നു. മത്തായി ഒരു യഹൂദനായിരുന്നെങ്കിലും അതേ അവൻ ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് അറിയാമോ? അവൻ ചുങ്കക്കാർക്ക് ചുങ്കം പിരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് അവനെ വെറുത്ത ആൾക്കാർ ഇഷ്ടമല്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, വാ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അന്നേരം അവൻ അത് വിട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചു. അവരൊക്കെയാണ് നമുക്ക് സുവിശേഷം ഇവിടെ തന്നിരിക്കുന്നത്. ലൂക്കോസ് ആണെങ്കിൽ ഒരു ജാതീയനാണ്, ഒരു വൈദ്യനാണ്, ഡോക്ടറാണ്. ഒരു ജാതീയൻ ആദ്യമായി ഒരു പുസ്തകം എഴുതുന്നത് ലൂക്കോസാണ്. ലൂക്കോസ് യേശുവിനെ കണ്ടിട്ടില്ല, യേശുക്രിസ്തുവിന്റെ കൂടെ യാത്ര ചെയ്തിട്ടില്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ആ വ്യക്തികളൊക്കെ എഴുതിയ
സുവിശേഷങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവന്റെ പാദപീഠത്തിൽ ആർക്കും ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അവന്റെ ശബ്ദം, 6ാമത്തെ വിഷയമാണ്. 6ാമത്തെ അവന്റെ ദിവ്യ വിശേഷതയാണ് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഈ ദിവ്യ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാം. എങ്കിലും നിങ്ങളൊക്കെ ഓരോ അധ്യാപകരാകാൻ പോവുക. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആകാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വേദഭാഗം പഠിച്ചിട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് 2 പേരെ വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ വരുത്തിയിട്ട് ബൈബിൾ ക്ലാസ് തുടങ്ങണം കേട്ടോ. നമ്മളെല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരാകണം. കാരണം സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും പാസ്റ്റർമാരെ ദൈവം സഭാ ശുശ്രൂഷയ്ക്കാൻ വിളിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും സുവിശേഷകരാണ്, നമ്മളെല്ലാം ടീച്ചേഴ്സാണ്. നിങ്ങളെല്ലാവരും ഈ ബൈബിൾ ക്ലാസ് മുഖാന്തരം ടീച്ചേഴ്സ് ആകണം. നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഒക്കാത്ത സ്ഥലത്ത്, നിങ്ങൾക്ക് എത്തുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് വരാൻ തക്കണം ഒക്കത്തില്ല. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ വേലയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത് നമ്മൾ എന്നും ഞായറാഴ്ച പോയി 2 സ്വത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. എന്തോ ചെയ്തു ഈ കാഴ്ച. ഒരാളോട് സുവിശേഷം പറയുന്നുണ്ടോ? ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ള വ്യക്തികളെ അവിടെ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, മിനി ബ്ലസനും, ബ്ലസൻ എന്നുള്ളത് എൻ്റെ മകന്റെ പേരാണ്, മൂത്ത മകന്റെ പേരാണ് മിനി ബ്ലസൻ. അതേ നിങ്ങളെല്ലാവരും, സോളമൻ, അത് ശലോമോൻ രാജാവിന്റെ മകനാണ്, സ്വന്തം റോസമ്മ സോളമൻ. നിങ്ങൾക്ക് ദൈവം തന്ന ജ്ഞാനത്തിൽ ഇരിക്കാനല്ല, എല്ലാവരും ദൈവജനം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിട്ട് മാറണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. യോഹന്നാന് പത്മോസ് ദ്വീപിൽ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശബ്ദം, ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടെ ആർക്കും നിൽക്കാൻ തക്കണം ഒക്കത്തില്ല. ചിലതൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാൻ തോന്നും. ബിലായില് അതേ പാസ്റ്റർ ബി സി ടി വേറൊരു പാസ്റ്ററും കൂടെ കടന്നുറങ്ങിയപ്പോൾ മറ്റേ പാസ്റ്റർക്ക് രാത്രി ആത്മാവ് കയറി. രാത്രി 2 മണിക്ക് 3 അലർച്ചി അലറി. ഇട്ടിപ്പാട്ട് പേടിച്ച് അയ്യോ എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഇതുപോലെ പ്രവർത്തകർ എന്താന്ന് വെച്ചപ്പോ പുള്ളി പറയാ, ഇട്ടിപ്പാട്ടിന് ചുറ്റും ഒരു പിശാച് വന്നിരിക്കുന്നു. അതിന് പുള്ളി രാത്രി ബഹളം ഉണ്ടാക്കി അയൽവാസികളെല്ലാം പിടിച്ചു കൂട്ടി. അങ്ങനെ പരിക്കാനില്ലാതെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഈ ശബ്ദം കേട്ടപ്പോൾ അത് എങ്ങനെയായിരുന്നു? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവന്റെ ശബ്ദത്തെ കുറിച്ച് ആ നിലയിലാണ് പറയുന്നത്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദം നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ലാസർ എന്താ പറഞ്ഞത്? ലാസറേ പുറത്തു വരിക, പതുക്കണം, ലാസറേ പുറത്തു വരിക എന്നാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മരിച്ചവർ ഉയർത്തെഴുന്നേക്കെന്നൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ ചില കൂട്ടുകാരൊക്കെ മരിച്ചു പോയപ്പോഴേ എൻ്റെ ചെറുപ്പത്തിലെ വലിയ വിശ്വാസം, ആരും കാണാതെ ഞാൻ അവിടെ ചെന്നിട്ട് മർക്കോസെ എഴുന്നേറ്റ് വരാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരും കേൾക്കാതെ ഉറക്കെ പറഞ്ഞാൽ എന്നെ ആൾക്കാർ കളിയാക്കിയില്ലേ. അന്നത്തെ എൻ്റെ വിശ്വാസം എങ്ങനെയായിരുന്നു? എൻ്റെ കൂട്ടുകാരൻ മരിച്ചു പോയപ്പോൾ മർക്കോസെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്ക്. അത് ഉള്ളിലെ ആ ചെറിയ ബാല്യപ്രായത്തിലെ ആ വിശ്വാസമാണ്. കർത്താവായ യേശു എന്തായിരുന്നറിയാമോ? ലാസറിന്റെ കല്ലറൊക്കെ ചെന്നിട്ട് അവിടെ കരഞ്ഞു. തന്റെ സഹോദരിമാർ, ലാസറിന്റെ സഹോദരിമാർ കരയുന്ന കണ്ടപ്പോൾ താനും കരഞ്ഞു കഴിഞ്ഞിട്ട് അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കല്ലറയ്ക്ക് കൊണ്ടുപോയി കല്ല് വെച്ച് മാറ്റാൻ പറഞ്ഞു. യേശു ലാസറേ പുറത്തു പോയി. അല്ല അങ്ങനെയല്ല പറഞ്ഞു. ലാസറേ ഉറക്കെ പറഞ്ഞെന്നാ, ലാസറേ പുറത്തു വരിക. ദൈവമക്കളെ, ലാസർ പുറത്തു വന്നു. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, കർത്താവിൽ മരിച്ച വൃദ്ധന്മാർ, അവന്റെ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 30-31 വാക്യങ്ങളുണ്ട്. കല്ലറകൾ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. യേശു ഒന്ന് ലാസറേ എന്ന് മാത്രമാണ് വിളിച്ചത്. പുറത്തു വരുവീന്ന് ഉറക്കെ പറഞ്ഞതെങ്കിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ക്രിസ്തുവിൽ മരിച്ച വൃദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റെന്നാണ്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിലുള്ള ശബ്ദമാണ്. യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ കൂടെ ഈ ഭൂമി നടന്ന ഇതുപോലെ ശബ്ദം താൻ കേട്ടിട്ടില്ല. ഏതൊരു വ്യക്തിയും പേടിച്ചു പോകുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ഈ ലോകത്തിൽ 3.5 വർഷക്കാലം യോഹന്നാൻ കൂടെ നടന്ന യേശുവിന്റെ വായിൽ ഇത്രയും വലിയ ശബ്ദത്തിൽ താൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് താൻ ബോധം കെട്ട് നിലത്ത് പോയെന്ന് അവിടെ വായിക്കുന്നത് കേട്ടോ. ഞാൻ ഭോപ്പാലിലായിരുന്നപ്പോൾ ഒരു തോമസ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ പോയി. മിലിറ്ററി ജോയിൻ ചെയ്തപ്പോൾ അന്നത്തെ കാലല്ലേ 1975 കാര്യമാണ് ഈ പറയുന്നത്. അന്ന് തൻ്റെ ഭാര്യ ലിസിയെ
വിട്ടേച്ച് താൻ മിലിറ്ററി ജോയിൻ ചെയ്യാൻ പോയി. അപ്പൊ സർദാർ പഞ്ചാബിയാ അതിന്റെ ഇന്റർവ്യൂ നടത്താൻ വന്നിരിക്കുന്നു. അപ്പൊ പഞ്ചാബി എല്ലാവരെയും വിളിച്ച് ലൈനായിട്ട് നിർത്തിയിട്ട് ഈ പഞ്ചാബിയുടെ ഈ ശബ്ദമൊക്കെ നിപ്പൊക്കെ കണ്ട ആരും പേടിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോയ്ക്ക്. വലിയ ഭീമനായ ഒരു സർദാർജി പഞ്ചാബി സാവധാൻ എന്ന് പറഞ്ഞു. ഈ തോമസ് ഉണ്ടല്ലോ ബോധം കെട്ട് നടത്തു. അറിയാമോ? കാരണം ആ ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ തോമാച്ചൻ ഇന്ന് ജീവനോടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് തോമാച്ചൻ അവിടെ ഓടി, അവിടെ നിന്നില്ല. കാരണം ഒരു സർദാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തോമാച്ചൻ ബോധം കെട്ട് നിലത്ത് പോകും. ഞങ്ങളെല്ലാം പോയി കണ്ടത് തിരിച്ചു വന്നപ്പോഴേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് തീയിൽ വെച്ച് ഈ ബോധം കെട്ട് പോയിനകത്ത് ഒന്നും അതിശോക്തിയല്ല. കാരണം ഈ ലോകത്തിൽ 3.5 വർഷക്കാലം ജീവിച്ച യേശുവിന്റെ ശബ്ദം പോലല്ല ഇവിടെ കേൾക്കുന്നത്. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. എന്നിട്ട് വാക്യം വായിക്കാം. 22-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, ആ ശബ്ദത്തെ കുറിച്ച്. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. ഓ, പെരുവെള്ളത്തിന്മീതെ യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം കേട്ടോ. ആ സങ്കീർത്തനം മൊത്തം ശബ്ദത്തെ കുറിച്ച് വായിക്കുന്നത്. മാൻപേറകളെ പ്രസവിക്കുമാറാക്കുന്നു, വനങ്ങളുടെ തോലുരിക്കുന്നു. 29-ാം സങ്കീർത്തനം മൊത്തം നമ്മുടെ ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ചാണ് വായിക്കുന്നത്. പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. ഇവിടെ വായിക്കുന്നത് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ നയാഗ്ര വെള്ളച്ചാട്ടത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കാണാൻ പോയി പണ്ട് 1985. പിന്നെ 2 പ്രാവശ്യം കാനഡായി കൺവെൻഷനൊക്കെ പോയപ്പം പകല് പോയിട്ടുണ്ട്. വളരെ ദൂരെ അതിന്റെ ശബ്ദം കേൾക്കാം. വളരെ ദൂരെ അടുക്കും തോറും അതിന്റെ ശബ്ദം കൂടി വരും. ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ചെന്ന് നിന്നാൽ നമ്മൾ തമ്മിൽ പറയുന്നത് കേൾക്കാനൊക്കത്തില്ല. ഞാൻ അങ്ങോട്ട് അത് ഡോൺമൻ ഒരു കാര്യം പറഞ്ഞ് ഡോൺമൻ മനസ്സിലാകത്തില്ല. അങ്ങനെ ചോദിക്കും. കാരണം അത്രമാത്രം എരപ്പാണ്. തമ്മിൽ സംസാരിക്കാനൊക്കത്തില്ല. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഇരച്ചിൽ അപ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. ഒരിക്കൽ പെരുവെള്ളത്തിന് മീതെ മുഴങ്ങിയില്ലേ? ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്ന സമയത്ത്, ബോട്ടിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ വലിയ കൊടുങ്കാറ്റടിച്ചു ഇല്ലേ? കരമോലെ പൊങ്ങി യേശു പടകിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. യേശു പടകിൽ കിടന്ന് യേശുവിന് ഉറക്കം വരുത്തട്ടോ. താൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നത് ശാരീരികമായി ക്ഷീണമുണ്ട്, കാരണം ജഡത്തിലാണ്. താൻ പടയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയം ഗുരുവിനെ അസഹ്യപ്പെടുത്താതെ ഉണർത്താതെ ഇവര് പടക് വലിച്ചു നിർത്താൻ ആകുന്ന പണി നോക്കി. അവസാനം രക്ഷയില്ലെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ഒറ്റ നിലവിളിച്ചു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശുവിനെ ഉണർത്തി. യേശു ഉണർന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എന്താ ചെയ്തത്? അവരുടെ അവിശ്വാസം ശാസിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ല. അവിശ്വാസം യേശു കൂടെ ഉള്ളപ്പോഴും അവർക്ക് അതേ വിശ്വാസമില്ല. അവരുടെ അവിശ്വാസം ശാസിച്ചു. എന്നിട്ട് യേശു എന്ന് പറഞ്ഞു, കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകൂ, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങും. കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകും. ഒറ്റ സെക്കൻഡ് കൊണ്ട്, 1 സെക്കൻഡ് എന്ന് പറയാനില്ല, അന്നേരം അതനുസരിച്ചു. പ്രകൃതിയിലെ ദൈവത്തിന് അധികാരം ഉണ്ടായിരുന്നു. അവന്റെ ശബ്ദം അങ്ങനെയായിരുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, ആദ്യ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ഭൂമി സൃഷ്ടിപ്പിനെ കുറിച്ച് ഭൂമിയുടെ 3 ഭാഗമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, മനോഹരമായി സൃഷ്ടിച്ച ഭൂമി. ആ ഭൂമി പാഴ് ശൂന്യമായി പോയി. പാഴ് ശൂന്യമായി എത്ര നാള് ആ ഭൂമി കടന്നെന്ന് നമുക്ക് പറയാൻ അറിയാത്തില്ല. യെശയ്യാ 45:18 വായിക്കുന്നു. ആകാശത്തെ, യെശയ്യാ 45:18, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, വ്യർത്ഥമായിട്ടല്ല, അവൻ പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ആദിയിൽ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാം. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്. സ്വർഗീയ ഗോളം പോലെ സൃഷ്ടിച്ച ആ ഭൂമി പാഴ്ശൂന്യായിപ്പോയി. എന്താ സംഭവിച്ചത്? ആ ഭൂമിയിൽ, സ്വർഗീയ ഗോളമായി സൃഷ്ടിച്ച ഭൂമിയിൽ ലൂസിഫറിനെയും കൂട്ടരെ കൊണ്ട് താമസിപ്പിച്ചു. ലൂസിഫറും ദൂതന്മാരും
അവിടെ നിന്ന് അതിനെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൂസിഫറിന്റെ ഉള്ളം സാഹസം കൊണ്ട് നിറഞ്ഞു. താൻ തന്റെ കീഴിലുള്ള ദൂതന്മാരെ തന്റെ വശത്താക്കി, 10,000-കണക്കിന് കോടിക്കണക്കിന് ദൂതന്മാരെ തന്റെ വശത്താക്കി ദൈവത്തോടൊരു മത്സരത്തിന് വേണ്ടി ശ്രമിച്ച കാര്യമാണ് എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിലും യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ലൂസിഫർ നിഗളമെന്ന പാപത്താൽ പിശാചായി മാറി. അവൻ അങ്ങനെ അവന്റെ പാപം കൊണ്ട്, നിഗളമെന്ന പാപം കൊണ്ട് അവൻ പിശാചായി മാറിയപ്പോൾ ആദിമ ഭൂമിയും സ്വർഗീയ ഗോളമായിരുന്ന ഭൂമിയും പാഴ്ശൂന്യമായി. അത് പാഴ്ശൂന്യമായി എത്ര നാൾ കിടന്നറിയാൻ വേണം കേട്ടോ. എത്ര നാള്, ദീർഘ കോടാനുകോടി വർഷം ഈ ഭൂമി പാഴ്ശൂന്യമായിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ ആദ്യമൊക്കെ പറഞ്ഞു 6000 വർഷത്തെ ഭൂമിക്ക് പഴക്കമുള്ളെന്ന്. എന്നാൽ ഇപ്പോൾ അവരുടെ ചിന്താഗതി മാറി. അതിന് മുൻപുള്ള ആദിമ കാലത്തുണ്ടായിരുന്ന മൃഗങ്ങളുടെ എല്ലുകളൊക്കെ അവർ കണ്ടുപിടിച്ചപ്പോൾ കോടാനുകോടി വർഷം ഭൂമിക്ക് പഴക്കമുണ്ടെന്ന് കണ്ടുപിടിച്ചു. പാഴ്ശൂന്യമായി കിടന്ന ഈ ഭൂമി വെള്ളം പൊതിഞ്ഞു, വെള്ളത്താൽ ആവരണം ചെയ്തപ്പെടുന്നു. വെള്ളമാണ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ, വെള്ളത്താൽ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞുപോയി. എന്നാൽ ഭൂമി നാസ്തിയായി പോകാതിരിപ്പാൻ, ഇല്ലാതായി പോകാതിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു കോഴിമുട്ടയുടെ മേൽ കോഴി പൊരുന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വെള്ളത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെളിച്ചമുണ്ടാകട്ടെ. 6 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ഭൂമിയെ പുതുക്കിപ്പണിയെന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഭൂമിയുടെ 3 അവസ്ഥയാണ്. ഒന്ന്, മനോഹരമായി സൃഷ്ടിച്ച ഭൂമി, ഒരു സ്വർഗീയ ഗോളം പോലെ. ലൂസിഫറിന്റെ പാവം കൊണ്ട് അത് പാഴ്ശൂന്യമായി പോയി. അത് വെള്ളത്താൽ പൊതിയപ്പെട്ടു കിടന്നു. അത് നശിച്ചു പാരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പൊരുന്നിരുന്നു, വർദ്ധിച്ചിരുന്നു. കോഴിമുട്ടമേൽ ദൈവത്തിന്റെ കോഴി പൊരുന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് പൊരുന്നി, ബ്രൂഡിങ് എന്നുള്ള വാക്കാണ് അവിടെ ആവസിച്ചിരുന്നു എന്നുള്ള സ്ഥാനത്ത് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൊരുന്നിരുന്നു. ആ ഭൂമിയെ നോക്കി ദൈവം അതിനെ വാസയോഗ്യമാക്കി തീർക്കാൻ ദൈവം തീരുമാനിച്ചപ്പോഴാണ് 1-ാം ദിവസം പറഞ്ഞത്, വെളിച്ചമുണ്ടാകട്ടെ. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. നോക്കണമേ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. പിന്നെ 6 ദിവസത്തെ സൃഷ്ടിപ്പാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ടം കഴിയുന്നത്. അതേ, പിന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു 6-ാം ദിവസം. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അങ്ങനെ മനോഹരമാക്കി 7 ദിവസം കൊണ്ട് പണിത ഭൂമിയിലാണ് ആദാമിനെ ഹവ്വായെയും കൊണ്ട് താമസിപ്പിച്ചത്. അവരും പാപം ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഭൂമി ശപിക്കപ്പെട്ടു പോയി. ഇന്ന് നമ്മൾ ശപിക്കപ്പെട്ട ഭൂമിയിലാണ് താമസിക്കുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക്, അത് വലിയ തിയോളജിയാണ്, അതിലേക്ക് പോകാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. എന്റെ വിഷയം ഇതാണ്, ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. എസെക്കിയേൽ പ്രവചനം 43:2 വായിക്കാം. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു, അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. മതി, നോക്കണമേ, യഹോവയുടെ തേജസ് അത് കിഴക്കിൽ നിന്ന് വന്നായി ആലയത്തിലേക്ക് വന്നായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. യഹോവയുടെ മഹത്വം കണ്ടപ്പോൾ, തേജസ്സിന്റെ മഹത്വം കണ്ടപ്പോൾ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എസെക്കിയേലിന് കാണുവാൻ കൂടിയായി തീർന്നു. ഈ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഉള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 14:2 വായിച്ച്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു കോശം കേട്ടു. വൈനിയന്മാർ അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ വൈനിയന്മാരുടെ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമാണ് കേട്ടത്. 19-ാം അധ്യായം 6-ാമത്തെ വാക്യം, 19:6. ഇപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഇത് നമ്മൾ സ്വർഗത്തിൽ, ഇവിടെ ഇരിക്കുന്ന ഈ പാറ്റ വലിക്കുന്നവരെല്ലാം എത്രയും താമസിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ കേൾക്കുന്ന ശബ്ദമാണ് 19-ാം അധ്യായത്തിൽ. അവിടെ നമ്മളവിടെ ഹല്ലേലൂയ പറയുന്നത്, ഇവിടെ ഇരുന്നോണ്ട് ഹല്ലേലൂയ പറയാൻ പറഞ്ഞ ഹല്ലേലൂയ ആരും കേൾക്കാതെ ഹല്ലേലൂയ ഇങ്ങനെ അങ്ങനെയല്ല അവിടെ ചെന്ന് പറയുന്നത്.
അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അല്ലലി ഉണ്ടല്ലോ, തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, വൈനിയന്മാർ വീണമിട്ടും പോലെ, വലിയ പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരിക്കും നമ്മുടെ ശബ്ദം. എൻ്റെ നാട്ടിലെ ഒരു ഹൈന്ദവ കുടുംബം, അതായത് തേങ്ങ ഇടുന്ന പരവൻ എന്ന് പറയും, അദ്ദേഹത്തിന്റെ ഭാര്യ ഗൗരി രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഭയങ്കര പണക്കായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഗൗരിയെ അടിക്കും. അപ്പൊ പുള്ളി പാട്ടും പാടിക്കൊണ്ട് അടിക്കുന്നത്, തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ. ഈ പാട്ടും പാടിക്കൊണ്ട് പാപത്തിനിട്ട് അടിക്കുക. അന്ന് ബാലന, അന്ന് ഞാനൊരു അത് പെന്തക്കോസ്തി വന്നുകൊണ്ട് എന്നെ കാണുമ്പോൾ പുള്ളിക്കൊരു ഇച്ചിരി ഒരു പേടിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ആ നിപ്പൊക്കെ കാണുമ്പോൾ പുള്ളിക്കൊരു സഹതാപം. അന്നേരം ഇടി നിർത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പാട്ടും പാടിക്കൊണ്ട് പെരുവെള്ളത്തിൽ എരിച്ച പോലെ പാട്ടും പാടിക്കൊണ്ട് ഇടിക്കുന്ന ആ കുട്ടനെ ഞാനിപ്പോ ഓർക്കുക. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പൈതലി നമ്മൾ പാടാൻ പോകുന്ന എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തെ സ്തുതിക്കാൻ പോകുന്ന എങ്ങനെയാണെന്നറിയാമോ? അല്ലലിയെ പറയാൻ പോകുന്ന എങ്ങനെയാണെന്നറിയാമോ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അതെന്തൊരു ശബ്ദമായിരിക്കും! കോടാനുകോടി ദൈവമക്കൾ, ആ ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും എല്ലാവരും സ്വർഗത്തിരുന്നോണ്ട് ഹല്ലേലൂയ പറയുമ്പോൾ അത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. നമ്മളൊരു പാർട്ടി ചേരാൻ ചെല്ലുക, ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ചേരാൻ ചെല്ലുക, അത് സാറേ ഞാൻ ഈ പാർട്ടി ചേരാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം, ഞാൻ കീഴ വിളിക്കത്തില്ല, ഞാൻ 10 പൈസ പോലും പാർട്ടി കയറത്തില്ല. അങ്ങനെ ഒരാളിനെ ഈ പാർട്ടിക്ക് വേണം. നീ പാർട്ടി ചേരുകയാണെങ്കിൽ കൊടുക്കണം, നീ പാർട്ടി ചേരുകയാണെങ്കിൽ കീഴ വിളിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കുന്നത് പറയാം, ഞാൻ ഈ പാർട്ടി ചേരാം, പക്ഷെ ഞാൻ ഇൻക്ലാസ് സിന്ദാബാദ് വിളിക്കത്തില്ല, 10 പൈസ പോലും തരത്തില്ല, എൻ്റെ വീട്ടിലാരെയും കേട്ടത്തില്ല. അങ്ങനെയുള്ള നീ ആർക്കാ വേണ്ടത്? നീ അവിടെ ചേരുകയാണെങ്കിൽ ആ പാർട്ടിക്കാരനാണെന്ന് അറിയാൻ ഇൻക്ലാസ് സിന്ദാബാദ് വിളിക്കണം. നമ്മൾ ഈ പാർട്ടി ഒന്നും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആ ഒരു നിലയിൽ നമ്മുടെ നേതാവ്, നമ്മുടെ രാജാവ്, നമ്മുടെ കർത്താവായ യേശുവാണ്. ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഈ ലോകത്ത് വെച്ച് തന്നെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അത് നമുക്ക് ആ ഭാഗം വിടാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇനിയും 17-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പെരുവെള്ളത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെള്ളത്തോട് ഉപയോഗിച്ചിരിക്കും. 17-15. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നോക്കണമേ, വംശങ്ങൾ പുരുഷാരം ഇരിക്കുന്ന ആ വെള്ളത്തെ കുറിച്ചാണ്. വെള്ളത്തിന് മീതെ ഇരിക്കുന്ന വേശ്യ എന്നാണ് 17-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൾ വെള്ളത്തിന്മേൽ ഇരിക്കുന്ന, പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന ഒരു വേശ്യ. അതിന് വ്യാഖ്യാനോടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അത് വംശങ്ങളും പുരുഷാരങ്ങളും ഭാഷകളും അത്രേ. കർത്താവായ യേശു ക്രിസ്തു ഇവിടുന്ന് സഭയം കൊണ്ട് പോയി കഴിയുമ്പോൾ ഈ ലോകത്തിൽ മറ്റുള്ള എല്ലാ മതങ്ങളും എല്ലാ സഭകളും ഈ എടുക്കപ്പെടാത്ത എല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ട് മാറും. അതേ, അവരെ ഒന്നിച്ച് കാണുന്ന ഒരു അവസ്ഥയാണ് അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയെ നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അതിന്റെയൊക്കെ വ്യാഖ്യാനം നമ്മൾ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അവന്റെ പെരുവെള്ളത്തിന്റെ വിശേഷതയാണ് പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന പുരുഷാരം, വംശങ്ങളും ജാതികളും. ഇന്ന് രാത്രികാലം ഈ പെരുവെള്ളത്തിൽ മുഴങ്ങുന്ന ശബ്ദമാണ് ഹല്ലേലൂയ എന്നുള്ള ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇനി കർത്താവിന്റെ ശബ്ദം നമുക്ക് മത്തായി 25:41 കാണാം. വായിച്ചേ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവീൻ. എങ്ങോട്ട് പോകുവീൻ? പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. അത് ഒരു വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട വിഷയമാണ്. കർത്താവായി അതിലെ മത്തായി 25:31 വായിക്കുമ്പോൾ അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സകല ജാതികളും അവന്റെ മുമ്പിൽ വന്ന് കൂടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളും, ആ സകല ജാതികളും അവന്റെ മുമ്പിൽ വന്ന് കൂടുന്ന സന്ദർഭത്തിങ്കൽ ഇടത്തുള്ളവരെയും വലത്തുള്ളവരെയും തമ്മിൽ വേർതിരിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷം സ്ഥാപിക്കപ്പെടാൻ പോകുന്ന സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. 3 സിംഹാസനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. 3 സിംഹാസനം. ഒന്ന് ന്യായാസനം. 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ എഴുതിയെടുക്കുന്നവരൊക്കെ എഴുതിയെടുത്ത് പിന്നെ ചിന്തിച്ചാൽ വായിച്ചാൽ മതി, നമുക്ക് പഠിക്കാനുള്ളത്. 2 കൊരിന്ത്യർ 5:10 വായിക്കുമ്പോൾ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനമായി വെളിപ്പെടേണ്ടതാകുന്നു. അത് വിശുദ്ധന്മാർക്കുള്ള ന്യായവിധിയാണ്. അത് സ്വർഗത്തിൽ വെച്ചാണ്.
സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ വെച്ച് പ്രധാനമായി നടക്കാൻ പോകുന്ന രണ്ടു കൂട്ടം കാര്യമാണ്. ഒന്ന്, നമ്മുടെ ന്യായം നടക്കും. ശിക്ഷാപതിയല്ല, നമ്മളെ ന്യായം വിധിച്ച് നരകത്തിലിടാൻ വേണ്ടിയല്ല. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ദൈവം പ്രതിഫലം തരുന്ന ദിവസമാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു അതെല്ലാം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അന്ന് ആലോചിക്കണേ. അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുറെ നാൾ മുമ്പ് ഒരു മാസിക വായിച്ചപ്പോഴേ ഒരാൾ ഭാവന എഴുതിയിരിക്കുന്നതാണ്. അത് എല്ലാവരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ വന്ന് നിൽക്കുക. അപ്പം പത്രോസാണ് ഇവരെല്ലാം കൂടി കയറ്റി വിടുന്ന അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പത്രോസ് കേട്ടിട്ട് നിങ്ങൾ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഉദാഹരണമൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഉറക്കത്തിന് ക്ഷീണമൊക്കെ മാറ്റും. അപ്പൊ പത്രോസ് ഇങ്ങനെ മെയിൻ ആളായിട്ട് അവിടെ നിൽക്കുകയാണ്. കാരണം പത്രോസിൽ കൂടെ ആണ് പോകുന്ന നല്ല ഒരു കൂട്ടർ പഠിപ്പിക്കുന്നത്. കാരണം പത്രോസ് പാറയാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ. അപ്പൊ പത്രോസ് ഇങ്ങനെ നിൽക്കുക, ഗബ്രിയേൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുക. അപ്പൊ ഓരോരുത്തരും വന്നു, അവരോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. പുസ്തകം എല്ലാം തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു, ഓർമ്മയുടെ പുസ്തകം തുറന്നു, വേദോസ്തം തുറന്നു. ജീവന്റെ പുസ്തകം നോക്കിയപ്പോൾ ചാക്കോച്ചന്റെ പേരുണ്ട്. എല്ലാം ചെയ്തോ? പുള്ളി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓർമ്മയുടെ പുസ്തകം നോക്കിയപ്പോൾ എല്ലാം ഉണ്ട്. കയറി പൊക്കണം. ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഒരു മത്തായിച്ചെന്ന്. മത്തായിച്ചോണ്ട് ചോദിച്ചു, ഇവിടെ ആരും ആ പേരുണ്ടെങ്കിൽ ആരും എന്നോട് ക്ഷമിക്കണേ. മത്തായിച്ചൻ വന്നപ്പം ചോദിച്ചു, ഗബ്രിയേൽ ദൂതൻ ചോദിച്ചു എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ 2 പൈസ അതേ ഒരു ധർമ്മക്കാരന് കൊടുത്തായിരുന്നു. ഓർമ്മയുടെ പുസ്തകം നോക്കിയപ്പം പുള്ളി 2 പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ വല്ലതും ചെയ്തോ? 2 പൈസ സ്വോത്രാഴ്ച കിട്ടും. അപ്പൊ 4 പൈസയാണ് ഇവന്റെ ജീവിതത്തിൽ 89 വയസ്സ് വരെ ജീവിച്ചിരുന്നപ്പോ എന്തെങ്കിലും ചെയ്തത്. ഉടനെ ഇവനെ കയറ്റി വിടാനൊരു മനപ്രയാസം. കാരണം ഇത്രയും ധനവാനായിരുന്ന വ്യക്തി ഇത്രയും പിശുക്കത്തരം കാണിച്ച ഈ പിശുക്കിനെ കയറ്റി വിടാനത്തെ ഒരു മനപ്രയാസം. ഉടനെ ഗബ്രിയേൽ ദൂതൻ പത്രോസിനെ വിളിച്ചു, സാറേ ഇപ്പൊ ഇവിടെ ഒരുത്തൻ മന്ത്രിയുണ്ട്, മത്തായിച്ചൻ. അവന്റെ ജീവകാലത്ത് 4 പൈസ കൊടുത്തിരിക്കുന്നു. വലിയ ധനവാന് 4 പൈസ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ കയറ്റി വിടണം വേണ്ടെന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അവന്റെ 4 പൈസക്ക് തിരിച്ചു കൊടുത്തിട്ട് അവൻ പോയി നരകത്തിൽ കിടന്നു. അപ്പോൾ ഇതൊരു ഭാവനയാ കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തെങ്കിൽ അതെല്ലാം ഇവിടെ ഓർമ്മയുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതാണ് അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 2ാമത്തെ സിംഹാസനമാണ് നമ്മൾ വായിച്ചത്. മത്തായി 25:31 അവൻ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. കർത്താവിന്റെ വരവിന് ശേഷം വിശുദ്ധന്മാർ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്നതാണ് ഈ തേജസ്സിന്റെ സിംഹാസനം. അന്ന് സകല ജാതികൾ അവന്റെ മുമ്പിൽ കൊണ്ടുവരും. അത് യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സകല ജാതികൾ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇടത്തുള്ളവരെയും വലത്തുള്ളവരെയും തമ്മിൽ വേർതിരിച്ച് വലത്തുള്ളവരോട് പറയുന്ന ശബ്ദമാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുകയും. ഇടത്തുള്ളവരോട് പറയുന്നവരാണ്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോകുവിൻ. ആ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ പറ്റും? ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോകുവിൻ. അതിന്റെ വ്യാഖ്യാനമൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. സാത്താനും പിശാചിനും അവന്റെ അനുയായികൾക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോയി. അപ്പോൾ അവർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ നിന്നെ എപ്പോഴാണ് വിശന്ന് കണ്ടിരിക്കുന്നത്? ഞങ്ങൾ നിന്നെ എപ്പോഴാണ് നഗ്നനായി കണ്ടത്? ഈ ചെറിയവരിൽ ഒരുത്തൻ ചെയ്തല്ല നിങ്ങൾ എനിക്ക് വിചാരിക്കുന്നു. വലിയൊരു കാര്യമാണ്. പാപങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതെല്ലാം ദൈവമക്കളെ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നേരം ഭക്ഷണം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. അന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമൊക്കെ പാട്ടുകൊള്ളുകയും. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോകുകയും. പിശാചിന് അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോവുകയും. നരകം ഒരുക്കിയത് നമുക്ക് വേണ്ടി ഒരുക്കിയതല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയതാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൊക്കോളാം. കാരണം നമുക്ക് അതിന് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. പക്ഷെ അതിന് രക്ഷപ്പെടാൻ നോക്കിയില്ല. അത്യാവശ്യം എനിക്കത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇന്ന് രക്ഷിക്കപ്പെടാത്തവരെ
കർത്താവിനെ അംഗീകരിക്കാത്തവരെ അങ്ങോട്ട് വിടുകയാണ്. നരകം ഒരുക്കിയിരിക്കുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ചെറിയവരിൽ ഒത്തരം ചെയ്തല്ല നിങ്ങൾ എനിക്ക് ധരിക്കുന്നു. കർത്താവിന്റെ പെരുവെള്ളത്തിന്റെ ശബ്ദം പോലുള്ള ശബ്ദം, എന്നെ വിട്ട് പോകുകയും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞ് ഇവർ വന്ന് യാചിക്കുന്ന കാര്യം കർത്താവ് പറയുന്നില്ലേ, ഞങ്ങൾക്കും തുറക്കണമേ. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തിലല്ലേ ഭൂതം പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇത്ര നാൾ അന്വേഷണം പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ശബ്ദമാ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും. കർത്താവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ തക്കൊണ്ട് കഴിയും ദൈവമക്കളെ? ഇന്ന് അവന്റെ ശബ്ദം എങ്ങനെയുള്ള ശബ്ദമാണ്? ലാവണ്യ വാക്കുകളാണ്. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു പള്ളിയിൽ ചെന്നെന്ന് വായിക്കുന്നു. ഞാൻ പറഞ്ഞു പിടിക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. യേശു പള്ളിയിൽ ചെന്നു. ഉടനെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്തു കൊടുത്തു. ഈ ഭാഗം വായിക്കാൻ പറഞ്ഞു അങ്ങോട്ട് ഏൽപ്പിച്ചു. യേശു എഴുന്നേറ്റുന്നത് വായിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, അതുപോലെ ബദ്ധന്മാർക്ക് വിടുതൽ എന്നുള്ള ഭാഗം അങ്ങോട്ട് വായിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഇവിടെ ഞാനിത് വായിച്ചതിനാൽ ഈ പ്രവചനം നിവൃത്തിയായിരിക്കുന്നു. അവരെല്ലാരും എന്താ പറഞ്ഞത്? അവന്റെ വാക്കൾ നിമിത്തം എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ ലാവണ്യ വാക്കൾ നിമിത്തം എല്ലാ സകല ജനവും പുകഴ്ത്തി. അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു, മാധുര്യമേറിയ വാക്കുകളായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ 2 പുറജാതിക്കാരെ എടുത്ത് അവിടെ കർത്താവ് പ്രസംഗിച്ചു. അതായത് സാരേപ്പാത്തിലേക്ക് അനേക വിധവന്മാരുണ്ടായിട്ട്, അതേ ഏലിയാവിനെ എങ്ങോട്ടാണ് അയച്ചത്? ഒരു പുറജാതിക്കാരത്തിയായ സ്ത്രീയുടെ അരിക്കിലേക്കാണ് വിട്ടത്. സാരേപ്പാത്തിൽ അനേക വിധവന്മാരുണ്ടായിരുന്നു, ഒരു പുറജാതിക്കാരത്തെ ഇടയിലേക്ക് അയച്ചത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടായിട്ട് നിങ്ങളുടെ അരിക്കലേക്കല്ല അവനെ അയച്ചത്, ഒരു പുറജാതിക്കാരത്തെ അരിക്കിലേക്കാന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി. അതുപോലെ അതേ സിറിയയിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ നയമാന് മാത്രമാണ് കുഷ്ഠത്തിന് സൗഖ്യം കിട്ടിയത്. ഒരു പുറജാതിക്കാരന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹം പ്രാപിക്കേണ്ട ആൾക്കാരുണ്ടായിരുന്നു. ഈ അനുഗ്രഹം സൗഖ്യം പ്രാപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ അരിക്കലേക്കല്ല അതേ എലീശയെ അയച്ചത്, ഒരു പുറജാതിക്കാരന്റെ അരിക്കലേക്കാണ് അയച്ചത്. ഇതവരെ കുത്തുകൊണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ചൂടായി. യേശുവിനെ പിടിച്ച് ദേവാലയത്തിന് പിടിച്ചു വലിച്ചിറക്കി ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് തല കീഴായി കുത്തിയിടാൻ ഭാവിച്ചു. യേശുവിന്റെ സമയം വന്നിട്ടില്ലാത്തതിനാൽ യേശു അതിന്റെ ഇടയിൽ കൂടെ കടന്നുപോയി. അവന്റെ ലാവണ്യ വാക്ക് യേശു ക്രിസ്തു ചോദിക്കുന്നു, അവനെ വെച്ചത് എവിടെ? എന്തല്ല ലാവണ്യ വാക്കാണ്. ഇന്ന് യേശുവിന്റെ ശബ്ദം എങ്ങനെയാണെന്നറിയാമോ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകും. 3-ാമത്തെ സിംഹാസനമാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യം. വെള്ള സിംഹാസനം. 3 സിംഹാസനം നീ വെക്കാനുണ്ട്, നമുക്ക് പിന്നെ പഠിക്കാം. 1 ന്യായാസനം, 2 തേജസ് സിംഹാസനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. ആ സിംഹാസനം വലിയ വെള്ള സിംഹാസനമാണ്. ന്യായാസനം സ്വർഗത്തിലാണ് വെക്കുന്നത്. ന്യായാസനമാകുന്ന സിംഹാസനം സ്വർഗത്തിൽ. നമ്മൾ സ്വർഗം ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി വെക്കുന്നത്. തേജസ്സിന്റെ സിംഹാസനം ജാതികൾക്ക് വേണ്ടി വെക്കുന്നതാണ്. അത് ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യവരമെങ്കിൽ 1000 ആണ്ട് ലോകത്തിൽ വാങ്ങുന്നതിന് ശേഷം വെക്കുന്ന സിംഹാസനമാണ് വെള്ള സിംഹാസനം. അന്നാണ് മരിച്ചവർ ആബാലവൃത്തം ഉയർത്തെന്നേറ്റ് ഈ വെള്ള സിംഹാസനത്തിൽ കൂടി വരുന്നത്. അത് ഈ ഭൂമിയിലല്ല വെക്കുന്നത്, സ്വർഗത്തിലുമല്ല, ഈ അന്തരീക്ഷത്തിലാണ് വെക്കുന്നത്. അവന്റെ മുമ്പിൽ നിന്ന് ആകാശം ഭൂമി ഓടിപ്പോയി. അന്ന് അയ്യൻ മുതൽ മരിച്ച സകല ദുഷ്ടന്മാരും ഈ വെള്ള സിംഹാസനം തമ്മിൽ കൂടി വരുന്ന ഒരു ദിവസമുണ്ട്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ഈ ദൈവത്തിന്റെ വിധികളെല്ലാം ന്യായവും നീതിയുള്ളതാണ്. ഇതെല്ലാം തുറന്ന് വായിച്ചു കേൾപ്പിച്ചിട്ടാണ് അവരെ നരകത്തിലേക്ക് വിടുന്നത്, എന്നേക്കുമുള്ള ഗന്ധക തീപ്പൊയ്യയിലേക്ക് വിടുന്നത്. ഇതത്രേ രക്ഷാ ദിവസം, ഇതത്രേ സുപ്രസാദ കാലം. ഇന്ന് അവന്റെ ശബ്ദം കേട്ട് അവന്റെ വചനത്തിന്റെ 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു 20-ാമത്തെ വാക്യം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും. 46-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. വായിച്ചേ. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. നമ്മുടെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത. ഇന്ന് രാത്രികാലം ദൈവിക ശബ്ദം കേൾക്കാൻ ആരാഗ്രഹിക്കുന്നു? അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ധീരന്മാരായി
ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ദൈവശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവിക അതേ ശബ്ദം, നിങ്ങൾ ആ നേരിയ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നില്ലേ? അതിങ്ങോട്ട് കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ സാധു സുന്ദർശനോട് പറഞ്ഞ പോലെ നമ്മോട് ആയിരിക്കും പറഞ്ഞൊന്നില്ല. ശൗലിന് ആ ശബ്ദമുണ്ടായി, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അതാണ് അവന്റെ ശബ്ദം കേട്ടോ. നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടപ്പം ശൗല് ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? സാധു സുന്ദർശൻ മരിക്കാൻ തക്കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തക്കൊണ്ട് തീരുമാനിച്ചപ്പോൾ താൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു മരിക്കുന്നതിന് മുമ്പ്. യഥാർത്ഥ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ പഞ്ചാബിൽ പട്യാല എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ പഞ്ചാബിലെല്ലാം കടന്നു പോയി പ്രവർത്തിച്ചിട്ടുള്ള പട്യാല എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ട സാധു സിംഗ് യേശുവിനെ കാണാൻ തക്കൊണ്ട് ആഗ്രഹിച്ചു. ഏതെങ്കിലും സത്യദൈവം ഉണ്ടെങ്കിൽ വരണമെന്ന് ആഗ്രഹിച്ചു. പല ദേവന്മാരെ വിളിച്ച് അവരാരും ഇറങ്ങിയില്ല. അവസാനം യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു അങ്ങ് ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതാണ്. യേശുവിനെ കുറിച്ച് എനിക്ക് അറിയാം, കേട്ടിട്ടുണ്ട്. യേശുവെ അങ്ങ് ദൈവമാണെങ്കിൽ എനിക്ക് പ്രത്യക്ഷപ്പെടണമേ, എന്റെ അരികിൽ ഒന്ന് വരണമേ. അല്ലെങ്കിൽ 5:30 മണിക്ക് പട്യാല അവരുടെ വീടിന്റെ വാതിൽ കൂടെ ഓടുന്ന ട്രെയിനിന്റെ കീഴെ വെച്ച് കഴുത്ത് വെച്ചു ട്രെയിനിന്റെ കീഴ് വെച്ച് മരിക്കാൻ പോവുകയാണ്. തണുപ്പുള്ള രാത്രി, പഞ്ചാബിലെ തണുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതിഭയങ്കരമായ തണുപ്പ്. ആ രാത്രി താൻ വെളുപ്പാൻ കാലത്ത് പച്ചവെള്ളത്തിൽ കുളിച്ചതിന് ശേഷമാണ് പ്രാർത്ഥന ആരംഭിച്ചത്. കർത്താവിന്റെ അരിക്കരുത് പ്രാർത്ഥിച്ചു. അതേ ഏതാണ് ദൈവം അത് വെളിപ്പെടുന്നു. എല്ലാ ദേവന്മാരെ വിളിച്ചു, ഒറ്റ കുഞ്ഞ് അനങ്ങിയില്ല. അവർ വല്ല അനങ്ങുന്നു. അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കത്തില്ല, കണ്ണുണ്ടെങ്കിലും കാണുകയില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നില്ല വായിക്കുന്നു. എന്നാൽ യേശുവിനെ വിളിച്ച് അവസാനം പ്രാർത്ഥിച്ചു. അങ്ങ് ജീവനുള്ള ദൈവമാണെങ്കിൽ എന്റെ അരികെ വരണമേ. ഒറ്റ പ്രാർത്ഥനയാണ്, ഒരു മറുപടിയില്ല. അവസാനം താൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. താൻ അങ്ങോട്ട് ആത്മഹത്യക്ക് ട്രെയിനിന്റെ മുമ്പിൽ ചാടാൻ തീരുമാനിച്ച് ട്രെയിനിന്റെ ശബ്ദം ദൂരം കേൾക്കുന്നു. താൻ ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ തന്റെ മുറിയിലേക്ക് ഒരു പ്രകാശം പഠിച്ചു. ആ മുറിയിലേക്ക് വന്ന പ്രകാശം നടുവിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. യേശുവിനോട് പറഞ്ഞു, സുന്ദരനോട് പറഞ്ഞു, മകനെ സുന്ദർ സിംഗേ, ഞാനാകുന്നു യേശു. നീ എന്റെ നാമം ജാതികളുടെ അരികിൽ കടന്നുപോയി സുവിശേഷിക്കണം. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ ശബ്ദം കേട്ടാണ് സുന്ദർ സിംഗ് ഇറങ്ങി പുറപ്പെട്ടത്. അതുപോലെ ശബ്ദം എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. നമുക്ക് കേൾക്കുന്ന വചനത്തിൽ കൂടുള്ള ശബ്ദമാണ്. ചില ദൈവദാസന്മാർ കൂടെ കേൾക്കുന്ന ശബ്ദമാണ്. ആ വചനത്തിന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വിറയ്ക്കണം. ആ ശബ്ദത്തിന് മുമ്പിൽ നമ്മൾ താഴ്ത്തി കൊടുക്കണം. സുന്ദർ സിംഗ് അന്ന് കർത്താവിനെ കണ്ടുമുട്ടി. താന് എത്രയോ രാജ്യങ്ങൾ കടന്നുപോയി കർത്താവിന് വേണ്ടി. നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. മാരാമൻ കൺവെൻഷൻ എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവീയ ദർശനം ആ ശബ്ദം കേട്ടാണ്. ഇന്നും ആ ശബ്ദം മുഴങ്ങുന്നു. ആ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. ആ ശബ്ദം നിന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ആ ശബ്ദം വചനത്തിൽ കൂടി കേൾക്കുന്നു. അതിനെ അനുസരിച്ച് അവന്റെ മുമ്പിൽ ഭയത്തോടും വിറയലോടും കൂടി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് ചിന്തിക്കാം. വായിച്ച് വെളിപ്പാട് 1-ന്റെ അടുത്ത വാക്യം 16-ാമത്തെ വാക്യം. വായിച്ച നമ്മളെ. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ മതി മോളെ, നമുക്ക് അതോടെ ചിന്തിക്കാനുള്ള സമയം തോന്നുന്നു. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. ഇതൊരു വാക്കിൽ അങ്ങ് പറഞ്ഞു വിടാം ഇതെല്ലാം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ബൈബിൾ ക്ലാസ് പഠിക്കേണ്ടത്. നമ്മളത് ആഴമായിട്ടുള്ള ഡീപ്പിലേക്ക് കടന്നിടണം. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. ഈ വലങ്കി കാണുന്ന 7 നക്ഷത്രം എന്താണെന്നുള്ളത് അതിന്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വായിച്ച് 1-ന്റെ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 സഭയുടെ. അപ്പോ 7 സഭയുടെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാരെ കുറിക്കുന്നതാണ്. പാസ്റ്റേഴ്സിനെ ദൂതറിയിക്കുന്ന ദൈവദാസന്മാരെ. ആസിയിലെ സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ ആസിയിലെ സഭാ ശുശ്രൂഷനെ കുറിച്ചാണ്. അപ്പൊ സഭാ ശുശ്രൂഷകന്മാർ ദൈവത്തിന്റെ വലങ്കയിലാണ് ഇരിക്കുന്നത്. അപ്പൊ വിശ്വാസം എന്നോട് പറഞ്ഞരുത്, അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുന്നൊക്കെ ചോദിക്കാം. അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഈ ബൈബിൾ ക്ലാസ് വരുമ്പോൾ 2 പാർട്ടിയായിട്ട് തിരിയരുത്. പാസ്റ്റേഴ്സും വിശ്വാസികളും എന്നുള്ള 2 ഭാഗം തിരിയരുത്.
സഭയിൽ ദൂതറിയിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ കർത്താവിന്റെ വലം കൈയിരിക്കുന്ന കണ്ടോ. ആ ഒരു ഭാഗം മാത്രം നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ സഭാശുശ്രന്മാര് എപ്പോഴും ഓർക്കണം, ഇവർ നിന്നെയും പ്രയാസമൊക്കെ ഈ സഭാശുശ്രൂഷ എന്ന് പറഞ്ഞാണല്ലോ ഇതുപോലൊരു വിഷമമുള്ള ശുശ്രൂഷ വേറെ ഇല്ല. കാരണം ഞാൻ 9 സഭ ഇരുന്നതാണ്. ഒരുത്തിന് ഒരാളെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട്, മറിയാമ്മ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഏലിയാമ്മ അങ്ങോട്ട്, ചാക്കോച്ചനെ ഇങ്ങോട്ട് പിടിക്കും മത്തായിച്ചൻ അങ്ങോട്ട്. ഒരേ അഭിപ്രായത്തിൽ ഇവരെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ വലിയ വിഷമമാണ്. അത് നമ്മുടെ പാസ്റ്റർ എം കെ ചാക്കോ മരിച്ചു പോയി കേട്ടോ. അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഒരു അപ്പോസ്തലനായിരുന്നു. അദ്ദേഹം അതേ ഒരു ദൈവത്തിന്റെ ദാസനാണ്. ദൈവത്തിന്റെ വിളി കേട്ട് വടക്കേണ്ടി പോയതാണ്. അവരൊക്കെ എന്നേ മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ സഭയെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു സഭയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും പട്ടമുള്ള പോലെ തോന്നുന്നു. ഭ്രാന്തന്മാരാണല്ലോ. ആ ഭ്രാന്തന്മാരെ എല്ലാം ഒന്നിച്ച് നിർത്തുന്നതാണ് നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്. കാരണം ചിലരൊക്കെ ഉണ്ടല്ലോ, നമ്മളൊന്ന് വയറ്റി കൊണ്ടുവരാൻ തക്കണം എന്ത് വിഷമമാണ്. പക്ഷെ എന്റെ വർത്താനമൊക്കെ കേട്ട് ഒരുപാട് പേര് അങ്ങ് താണു തരുമായിരുന്നു. കാരണം ഞാൻ അതുപോലെ ഇടപെടുന്നത്. ചൂടാകത്തില്ല. ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ അവരിഞ്ഞോട് ചൂടാകത്തില്ലേ. അപ്പൊ ഞാൻ അവരെല്ലാം കേൾക്കും. എത്ര ശാന്തമായിട്ട് ഈ വിശ്വാസത്തിലെ കൊണ്ടുപോകാൻ വലിയ വിഷമമാണ്. ഒരു ഇടയന്റെ ശുശ്രൂഷയാണ് ഒരു സഭാ ശുശ്രൂഷന്റെ. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയൻ ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു അല്ലേ? അവന്റെ വചന ശബ്ദം ആടുകൾ കേൾക്കുന്നു. അവന്റെ വചന ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നമ്മളെല്ലാവരും തീരണം. വിശ്വാസികളായിരിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ, നിങ്ങൾ അവിടെ ഇരിക്കുന്നത് ഞാൻ ഇന്ന് തെളിയിച്ചിട്ട് ഞാൻ പോകുന്നു. എല്ലാ വിശ്വാസികളും നമ്മളെല്ലാം ശുശ്രൂഷന്മാരാണെന്ന് ഓർക്കണം. ഇവിടെ സഭാ ശുശ്രൂഷന്മാർ ദൈവത്തിന്റെ വലങ്കൈ ഇരിക്കുന്നു. ഈ വലങ്കൈ എന്തിനെ കാണിക്കുന്നു? ഭദ്രതയെ കാണിക്കുന്നു. സഭാ ശുശ്രൂഷന്മാർ ഒന്നുകൊണ്ടും ഭാരപ്പെടില്ല. കാരണം എന്തെല്ലാം നിന്നയും പ്രയാസവും ആക്ഷേപവും വരുമ്പോഴെല്ലാം നമ്മൾ കർത്താവിന്റെ വലങ്കിലായിരിക്കുന്നു. കർത്താവ് അനുഭവിച്ച പോലുള്ള കഷ്ടത ആരനുഭവിക്കുന്നു? കർത്താവ് കേട്ടിട്ടുള്ള വാക്കുകൾ. 10,000 പേരിൽ അതിസുന്ദരനായ കർത്താവ്, വെണ്മയും ചുവപ്പുള്ളവൻ, പവിത്ര നിർദോഷൻ. യേശു ലോകത്തിൽ വന്നിട്ട് എന്തെല്ലാം കേൾക്കുന്നു? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇവന് ഭൂതമുണ്ടെന്നാ പറഞ്ഞത്. അവിടെ ജനം പറഞ്ഞ എന്നാന്നറിയാമോ? ഞങ്ങൾക്കെല്ലാം യഹൂദന്മാർ പറയാം, ഞങ്ങൾക്ക് അപ്പന്മാരുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നിനക്ക് അപ്പനില്ലെന്നാ പറഞ്ഞത്. നീ വേശ്യാപുത്രനാണ് പറഞ്ഞത്. ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ യേശു അതിനെല്ലാം മറുപടി കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും കേട്ടോ. അതുപോലെ നീ വേശ്യമാരോട് നടക്കുന്നവനാണ്, നീ ചുങ്കക്കാരോട് നടക്കുന്നവനാണ് എന്നെല്ലാം പറഞ്ഞ് എന്തുമാത്രം ആക്ഷേപിച്ചു. യേശു ഒരു വീടുണ്ടായിരുന്നു. നമുക്കൊരു കുടിലെങ്കിലും ഇല്ലേ? നമ്മള് കിടക്കുന്ന ഒരു കുടിലിന്റെ അകത്തല്ലേ? യേശുവിന് എവിടെയെങ്കിലും സ്വന്തമായൊരു വീടുണ്ടായിരുന്നു? ഇല്ല. യേശു മലയിലൊക്കെ പോയാണ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോണ്ട്. യേശുവിന് സ്വന്തമായിട്ടൊരു ബോട്ടുണ്ടായിരുന്നു. ഒരു വെല്ലോന്റെ പറയിലാണ് കയറി. വെല്ലോന്റെ വീട്ടിലൊക്കെ പോയാണ് താമസിച്ചത്. യേശുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മുടെ അപ്പോസ്തലന്മാരുടെ ജീവിതമൊക്കെ എന്തുമായിരുന്നു? അവർക്കൊക്കെ പാർപ്പാൻ തക്കണം സ്ഥലമുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ അടുത്ത് എപ്പോഴും പ്രശ്നം. അവരൊക്കെ അനുഭവിച്ചതിന്റെ 1001 കഷ്ടത ദൈവദാസന്മാരും അനുഭവിക്കുന്നതിന് വിശ്വാസം അനുഭവിക്കുന്നില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചു പറിച്ചു, വലിയ ധനവാനാ, പക്ഷെ കിടക്കുന്ന വേട എന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് പോവുക. വീടിന്റെ പിന്നെ കൂടാരം മാറ്റി അടിച്ചു. ജീവിതകാലത്ത് സ്വന്തം ഒരു വീട് പോലില്ലായിരുന്ന ഒരു വ്യക്തി കൂടാരം അടിച്ച് അതിൻ്റെ അകത്ത് താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ എത്ര മഹനീയമായ നിലയിലാണ് നമ്മുടെ കർത്താവ് സൂക്ഷിക്കുന്നത്. അതോർത്ത് ദൈവത്തെ സൂക്ഷിച്ചിട്ടുണ്ട്, ആശ്വസിച്ചാട്ട്. എന്റെ യേശുവിന് കിടക്കാൻ സ്ഥലമില്ലായിരുന്നു, എന്നാൽ എനിക്ക് കിടക്കാൻ ചാണകം മെഴുകിയ ഒരു വീട് ദൈവം തന്നിട്ടുണ്ടല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ വലങ്കയുടെ പ്രത്യേകത നമുക്ക് 3 വാക്യം വായിച്ചിട്ട് ഇപ്പം നിർത്താം. 18 സങ്കീർത്തനം 35 വാക്യം. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. വലങ്കൈ എന്നെ താങ്ങുന്ന കരമാണ്. നമ്മളെ താങ്ങുന്ന കരമാണ് വലങ്കൈ. പെട്ടെന്ന് വായിച്ച മക്കളെ. യെശയ്യാ 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അല്പസമയം ഈ ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴേ പെട്ടെന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു സിനിമ തുടങ്ങി വെച്ച് അതിന്റെ മുമ്പ് ഇരുന്നുകൊണ്ട് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരെ അതൊക്കെ കൂടെ കേൾക്കുമ്പോൾ അതും കേട്ടോണ്ട് എത്ര മണിക്കൂർ കണ്ടിരിക്കാം. ശാന്തമായിട്ട് 10 മിനിറ്റ് നീ
എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങുന്നു എന്ന് ഓർക്കണം. വാർദ്ധക്യം നാരെയുള്ള കാലത്ത് തന്നെ തള്ളിക്കളയരുത്. നമ്മൾ ഈ വയസ്സന്മാരൊക്കെ കാണുന്നുണ്ടല്ലോ, അവരൊക്കെ ഈ ജനിച്ചപ്പോഴും ഇതുപോലാണെന്നാണ് ഈ ചെറുപ്പക്കാരൊക്കെ വിചാരിച്ചത്. അവരൊക്കെ നമ്മൾ എന്ത് മാനിക്കണം എന്നറിയാമോ? വാർദ്ധക്യം നാരെയുള്ള കാലത്ത് തന്നെ തള്ളിക്കളയരുത്. ദാവീദ് പഠിച്ചു, നീയും വാർദ്ധക്യം വരും, നിന്റെ നടുവും കൂനും കേട്ടോ, നിന്റെ കാഴ്ച നഷ്ടപ്പെടും. അതേ വലിയ വലിയ പണക്കാരൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്തും ശോഭിച്ചവനാ, ഇപ്പൊ നടുവും പോയി എല്ലാം പോയി ഇരിക്കുന്ന സന്ദർഭം. അങ്ങനെയുള്ളവരുണ്ടല്ലോ നമ്മൾ മാനിക്കണം. അവരെ ആരാ താങ്ങുന്നത്? എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പുറപ്പാട് ദിവസം 15:6 വായിച്ചേ. ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാടിയൊരു പാട്ടാ, വായിച്ചേ 15:6. നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെട്ട്, യഹോവേ നിന്റെ വലം കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. ശത്രുവിനെ തകർക്കുന്ന കരമാണ് ദൈവത്തിന്റെ വലം കരം. അത് അധികാരത്തെ കാണിക്കുന്നതാണ്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. 108 സങ്കീർത്തനം 6 വാക്യം, 108:6 വായിച്ചോ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളേണമേ. നിന്റെ വലം കൈ കൊണ്ട് രക്ഷിക്കുന്നു. കർത്താവിന്റെ വലം കൈക്ക് വലിയ പ്രാധാന്യം കേട്ടോ. നിന്റെ വലം കൈ കൊണ്ട് തന്നെ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി കാലം നമ്മൾ രക്ഷിക്കുന്ന കരമാണ് വലം കൈ. 17:7. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ളവയെ നിന്റെ അത്ഭുത കാരുണ്യവും കാണിക്കണമേ. നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവരെ, അവനെ ശരണമാക്കിയവരെ, യഹോവയെ ശരണമാക്കുന്നവരെ വലം കൈ കൊണ്ട് രക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ സ്തോത്രം. 80 സങ്കീർത്തനം 15 വാക്യം, 80:15. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. വലം കൈ നമ്മളെ പാലിക്കുന്ന കരമാണ്, പരിപാലിക്കുന്ന കരം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരുമ്പോ ആ വലം കൈ കൊണ്ട് അവരെ താങ്ങിയെടുത്ത് പാലിക്കുന്ന പോലെ നമ്മളെ പാലിക്കുന്ന ഒരു കരമാണ് ദൈവത്തിന്റെ വലം കരം. ഈ വലം കൈക്ക് എന്ത് പ്രാധാന്യം അവിടെ കൊടുത്തിരിക്കുന്നത്? അധികാരം, പ്രാധാന്യം, ശരണം, ഭദ്രത, ഇതെല്ലാം കാണിക്കുന്ന കരമാണ്. ഒരിക്കൽ ആണി അടിച്ച കരം. ഈ കരത്തിലാണ്, യേശുവിന്റെ കരത്തിലാണ് ആണി അടിച്ചത്. ആ ആണി അടിച്ച കരം, ആ വലങ്കയിലാണ് 7 നക്ഷത്രം ഇരിക്കുന്നത്. ആ കരത്തിലാണ്. ദൈവത്തിന്റെ ദാസന്മാരെ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ താങ്ങുന്ന ഒരു കരം, നിങ്ങളെ വഹിച്ചിരിക്കുന്ന ഒരു കരം. നിന്ദയും അവമാനവും പ്രയാസം വരുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ നിൽക്കുന്നത് യേശുവിന്റെ ആണിപ്പഴുതേറ്റ കരങ്ങളിലാണ്, വലക്കരത്തിൽ. അത് ആണി കൊണ്ട് അടി കൊണ്ടതാ. പ്രൈസലോ. ഇനിയും ഞാൻ ശുശ്രൂഷന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ, വിശ്വാസത്തെ കുറിച്ചുകൂടാ പറഞ്ഞത്. നമ്മള് ഇരിക്കുന്ന ഒരൊറ്റ വാക്യം വിശ്വാസികൾ എല്ലാവരും ആവർത്തന പുസ്തകം 33:3 വായിച്ചു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. എന്നിട്ട് അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. നോക്കണമേ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളും സഹോദരിമാരും വീണയും അഭിഷേകം വീണയും അഭിഷേകയും, അതുപോലെ തന്നെ നമ്മുടെ ഡോൺമോൻ, ഇന്ന് ലീഡ് ചെയ്യുന്ന ഡോൺമോൻ, നമ്മുടെ ഡോക്ടർ ഏഞ്ചല്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാർ, റോസമ്മ സിസ്റ്റർ, അയ്യോ മനോജ് മാസ്റ്റർ, എന്തിനാ ഈ ഭാരപ്പെടുന്നത്? നമ്മുടെ ചന്ദ്രിക നായർ സിസ്റ്റർ, അതേ ആർഗാള പ്രിയപ്പെട്ടവള്, മേരിക്കുട്ടി സിസ്റ്റർ, എല്ലാവരും ആരുടെ കയ്യിലായിരിക്കുന്ന അറിയാമോ? തൃക്കൈയിലായിരിക്കുന്നത്. തൃക്കൈ, ദൈവത്തിന്റെ തൃക്കൈ ഇരിക്കുമ്പോൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10 പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കും. നമ്മൾ ഇരിക്കുന്നത് ആ ഒരു വിശ്വാസം നമ്മൾ കാണണം. ദൈവത്തിന്റെ തൃക്കരങ്ങളിലാണ്. 20 സങ്കീർത്തനം 6 വാക്യം വായിച്ചേ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. പറഞ്ഞു നിർത്താം. അവന്റെ വലങ്കൈ കൊണ്ട് വീര്യപ്രവൃത്തി കൊണ്ട് നമുക്ക് ഉത്തരമരുളും ദൈവമാണ്. അപ്പൊ കർത്താവിന്റെ വലങ്കൈ നമ്മുടെ മേലില്ലേ. ഇനി 73 സങ്കീർത്തനം ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആസാഫ് 73 സങ്കീർത്തനം അതിന്റെ 13 വാക്യം തോന്നുന്നു. നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു.
എനിക്ക് അവിടെ കുറെ സമയം നിൽക്കുന്ന കൊള്ളാമെന്നുണ്ട്. ഞാൻ ആത്മാവിൽ നിറഞ്ഞാ നിൽക്കുന്നു. ആസാഫ് സംഗീത പ്രമാണിയായിരുന്നു, വലിയ പാട്ടുകാരൻ. ആലയത്തിൽ പോയി പാട്ട് പാടിക്കൊണ്ടിരുന്നവൻ, പാട്ട് ലീഡ് ചെയ്യുന്നവനാ, കൊയറിന്റെ ലീഡറാ. പക്ഷെങ്കിൽ അവന്റെ ജീവിതത്തിൽ വീട്ടിൽ വന്നപ്പോഴല്ലോ അടുത്ത വീട്ടുകാർ നോക്കിപ്പോണ്ടല്ലോ, അവർക്കൊരു കുഴപ്പമില്ല, കണ്ണൊക്കെ ഇങ്ങനെ ഊതി നിൽക്കുന്നു. അവരൊക്കെ പാർത്താസിൽ നല്ല ഡ്രസ്സൊക്കെ മാടിച്ചാൽ കിളിയെപ്പോലെ ഇങ്ങനെ നടക്കും. അപ്പൊ ബന്ധുക്കോസാർക്ക് ഇഷ്ടംപോലെ സാരിയൊക്കെ ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെ വേഷമൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ അന്നത്തെ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ശുചിത്വത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉടുപ്പ് ഒരു പാൻറ്റും ഉണ്ടായിരുന്നു. അതെ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടല്ലോ ഒരു നിക്കറുള്ളത്, അത് അതിന്റെ പുറകെല്ലാം കീറിയിട്ട് എന്റെ അമ്മ വെള്ളത്തുണി തയ്ച്ചു വെച്ചാൽ എന്നെ സ്കൂളിൽ വിട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്കൂളിലോട്ട് അങ്ങോട്ട് പോകുമ്പോഴല്ലോ ഒത്തിരി പേര് എന്റെ പുറകെ എന്റെ നിക്കർ കാണാൻ. കാരണം പുറകിൽ ഇങ്ങനെ വെള്ളത്തുണി വെച്ച് തയ്ച്ചാ അവര്. അപ്പൊ അവര് വേറൊരു പേരൊക്കെ പറഞ്ഞോ, പോയും പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നു. ആ ബാല്യപ്രായത്തിൽ എന്റെ ഹൃദയം എന്ത് ദുഃഖിച്ചോണ്ടെന്നറിയും. തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് 100 പേരുണ്ടെങ്കിൽ ഇങ്ങോട്ട് അതിൽ കൂടുതൽ ആൾക്കാരാണ്. കാരണം ഞാൻ ഇട്ടിരിക്കുന്ന എന്റെ നിക്കർ കാണാനായിട്ട് നോക്കിയ ആൻഡ്രൂസിന്റെ നിക്കർ കണ്ടു. അവർ പാട്ടുമൊക്കെ പാടിയാ കൊണ്ടുപോകും. എന്റെ ആ ചെറിയ പ്രായം, ഞാൻ രക്ഷിക്കപ്പെട്ട പ്രായം, 10ാം വയസ്സ് സ്നാനപ്പെട്ടവന്. ഇന്ന് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴല്ലോ എന്നെ കളിയാക്കിയവരൊക്കെ, അന്ന് കളിയാക്കിയവരൊക്കെ എന്റെ മുമ്പിൽ വന്ന് എന്തൊരു ബഹുമാനത്തോടെ നിൽക്കുന്നറിയാമോ. എന്റെ പ്രസംഗം കേൾക്കാൻ എന്റെ നാട്ടിൽ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ എന്റെ കൂടെ പഠിച്ചവരാണ് പന്തലൊക്കെ കേട്ടോ. അവരുടെ മുമ്പിൽ ഒരു പ്രഭുവിനെ പോലെ ബഹുമാനിക്കത്തക്ക നിലയിൽ എന്നെ ഓർത്തി. അപ്പൊ ആ പണ്ടത്തെ ആ നിക്കറിന്റെ കാര്യം ഞാൻ ഓർക്കും. ഇന്ന് അതെന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് സൂക്ഷിച്ചു വെച്ച് ഇവിടെ നിങ്ങളെ കാണിച്ചു തന്നെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാരംഭ സന്ദർഭം നിങ്ങൾ മറക്കരുത്. പടിപടിയായി ദൈവം നിന്നെ ഉയർത്തിയില്ലേ, ദൈവം നിന്നെ മാനിച്ചില്ലേ. നിന്റെ പഴയ അവസ്ഥ നീ മറക്കരുത്. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ, നിന്നെ മാനിക്കുമ്പോൾ, നിന്നെ കരകയറ്റുമ്പോൾ, നിന്നെ ഉറപ്പുള്ള ഭാരം നിർത്തുമ്പോൾ നിന്റെ പഴയ അവസ്ഥ നീ മറക്കല്ലേ. ഒന്നുമില്ലായ്മയിൽ ഇത്രത്തോളം തന്ന ദൈവം ഇനി നിന്നെ നടത്തുവാൻ ശക്തമാണ്. ആസാഫ് പറഞ്ഞു, അതേ വീട്ടിൽ നിൽക്കായിരുന്നു, യോഗത്തിന് പോകാതെ. പിന്നെ പോകാൻ തീരുമാനിച്ചപ്പോൾ അവന് വെളിപ്പാട് കിട്ടി. ഈ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, കണ്ണുകൊണ്ട് പൊട്ടി നിൽക്കുന്നവരൊക്കെ, അവരൊക്കെ ഉണരുമ്പോൾ രൂപത്തെപ്പോൾ തുച്ഛിരിക്കും. എന്നാൽ നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എല്ലാരും കൈവക്കൽ അല്ലലിയ പറഞ്ഞ സന്ദർഭത്തോടെ, നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നത്തെ അതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവത്തിന്റെ പൈതലെ, നിനക്കൊരു പിന്നത്തേതിലുണ്ട്. അവർക്ക് ആ പിന്നത്തേതിലില്ല. ആ പ്രത്യാശയുടെ വചനം അവന്റെ വലം കൈയിലാണ് നമ്മളെ പറ്റിയിരിക്കുന്നത്. എല്ലാ വിശ്വാസികളും അവന്റെ വലം കൈയില്ല, തൃക്കൈയില്ല. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.